أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. أما بعد. സഹോദരികളെ, ശ്രോതാക്കളെ, മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഉസാമ വിഷയം അല്ലാഹു നിർവഹിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ട് മുത്തഖിയായി ജീവിക്കുന്ന ഓരോ വ്യക്തികളും അവർ സംരക്ഷിക്കേണ്ട, അവർ സൂക്ഷിക്കേണ്ട, അവർ പരിശ്രമിക്കേണ്ട, അവർ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഭാഗങ്ങളെക്കുറിച്ചായിരുന്നു. അഥവാ ഒരാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസനായി മാറാൻ തീരുമാനിച്ചു, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു, അവൻ്റെ ഹേഡുകളെ, അവൻ ചെയ്തതായ സൽക്കളെ വർദ്ധിപ്പിച്ച് റസീദ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ബാങ്കിലുണ്ടാകുന്നതായ റസീദ് പോലെ, അഥവാ നാം സൂക്ഷിച്ചു വെക്കാറുള്ളതായ സമ്പത്തുകളെ പോലെ അത് കുറയാതിരിക്കുവാനും കൂടുവാനും അതിൽ ലാഭമുണ്ടാകുവാനും അത് വികസിക്കുവാനും അത് വ്യാപകമാകുവാനും ഒക്കെയാണല്ലോ നാം പരിശ്രമിക്കുക. ദുനിയവിയായ നേട്ടങ്ങളെക്കുറിച്ചെല്ലാം ഓരോരുത്തർക്കും പറയാതെ അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. എത്ര കണ്ട് നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നു അത്ര കണ്ട് നാം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്നതും അതിനുവേണ്ടി എല്ലാം ചെലവഴിക്കുന്നതും അതിനുവേണ്ടി എല്ലാ രൂപത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നതുമാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അത് എന്തിന്റെ പേരിലാണ്? ദുനിയാവിനോടുള്ളതായ ഹിർസ്, ദുനിയാവിനുള്ളതായ അത്യാഗ്രഹം, ദുനിയാവിനുള്ളതായ ആ ബന്ധം കാരണത്തിലൂടെയാണ്. അതിലുള്ള വിശ്വാസത്തിൽ കൂടിയുമാണ്. അഥവാ അങ്ങനെ അധ്വാനിച്ചാൽ, അങ്ങനെ കഷ്ടപ്പെട്ടാൽ, അങ്ങനെ പ്രയാസപ്പെട്ടാൽ അതിന് റിസൾട്ട് ലഭിക്കും എന്ന വിശ്വാസം അവനുണ്ട്. ആ റിസൾട്ട് ലഭിക്കുന്നതോടുകൂടി അവന്റെ ഭൗതിക ജീവിതത്തെ നന്നാക്കി എടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും കൂടിയാണല്ലോ. അപ്പോൾ അതെല്ലാം കുറിക്കുന്നത് എന്താണ്? അവന് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന പരിശ്രമം ഉണ്ടാവണം എന്നതാണല്ലോ. അത് ഓരോരുത്തർക്കും അവരവരെ കുറിച്ച് പറയാതെ അറിയുന്ന ഒരു പരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ്. അങ്ങനെയുള്ളതായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതായ പരിശ്രമം നാം നടത്തും പോലെ തന്നെ നാം ഏറ്റവും കൂടുതൽ, അതിനേക്കാളും കൂടുതൽ പരിശ്രമിക്കേണ്ടത് നാം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുമായി നടത്തിയതായ അഗ്രിമെന്റ് അനുസരിച്ച് അവന്റെ മുമ്പിൽ നാം സമർപ്പിക്കുന്നതായ വിശ്വാസപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ നാം അവന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതായ ഇബാദത്തുകളും ആരാധനകളും താഅത്തുകളും ഇബാദത്തുകളുമെല്ലാം അത് വർദ്ധിക്കാനല്ലാതെ അത് കുറയാനോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനോ അത് നമ്മിൽ നിന്നിട്ട് നീങ്ങിപ്പോകാനോ ഒരിക്കലും നാം നമ്മുടെ പ്രവർത്തനം കാരണമായി തീരാൻ പാടുള്ളതല്ല. അതാണ് നാം ദുനിയാവിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ ഭാഗം. കാരണം ദുനിയാവിന്റെ എല്ലാ സമ്പത്തുകളും അഥവാ സമ്പത്താണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ളതായ ജീവിത രീതിയാണെങ്കിൽ അത് എന്ത് കഷ്ടതയാണെങ്കിലും വിരോധമില്ല, അത് ദാരിദ്ര്യമാണെങ്കിൽ തന്നെ വിരോധമില്ല. അതെല്ലാം മരണത്തോടുകൂടി അവസാനിച്ചു. അതേ സമയത്ത് ഈ നമ്മുടെ കൂടെയുള്ളതായ റസീദ് കൂടെ തന്നെ നമ്മുടെ കൂടപ്പറപ്പായി നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഖബറിലാവട്ടെ മഹ്ശറിലാവട്ടെ എല്ലായിടങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടാകുന്നതായ റസീദ് അത് അമലു സാലിഹാത്ത് മാത്രമാണല്ലോ. എന്നതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിനെ കീഴ്പ്പെടുകയും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി ജീവിക്കാൻ തീരുമാനിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അനുസരിക്കുകയും ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുകയും ചെയ്ത് ജീവിക്കുന്ന വ്യക്തി, അഥവാ ജീവിതത്തിൽ ചെയ്യേണ്ടതായ സർവ്വ ചെറുതും വലുതുമായ ബാധ്യതകൾ നിർവഹിക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിലേക്ക് അവൻ വിശ്വസിച്ച വിശ്വാസം, അവൻ നൽകിയതായ അഗ്രിമെന്റ് അനുസരിച്ചിട്ട് അവന്റെ ജീവിതത്തെ കെട്ടിപ്പടുത്താൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനിക്കുന്ന വിഭാഗം അതനുസരിച്ചിട്ട് ആ പ്രവർത്തനം അതോടുകൂടി പ്രവർത്തിക്കുകയും അതിനെ സ്വീകാര്യോഗ്യമായ രൂപത്തിലുള്ളതായ പ്രവർത്തനമാക്കി മാറ്റുകയും അതിന് വേണ്ടതായ എല്ലാ നിബന്ധനകൾ ആ നിബന്ധനകൾ അനുസരിച്ച് അത് ചെയ്യുകയും നിബന്ധനകൾ ഷർത്താവട്ടെ ഫർളാവട്ടെ അതെല്ലാം ആ നിബന്ധന അനുസരിച്ചിട്ട് തന്നെ ചെയ്യുകയും അതിലെല്ലാം സൂക്ഷ്മത കൈക്കൊള്ളുകയും സൂക്ഷ്മത പാലിക്കുകയും മുത്തഖിയാവുകയും അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടേണ്ട സ്ഥലത്തെല്ലാം ഭയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നതായ വിഭാഗത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ തീരുമാനം അള്ളാഹു പറയുകയാണ്, ഫൗലായിക അവരാണ് ഹുമുൽ ഫായിസൂൻ വിജയിച്ചവർ, അവരാണ് യഥാർത്ഥത്തിലുള്ള വിജയം നേടിയവർ. യഥാർത്ഥത്തിൽ വിജയം നേടാനുള്ളതായ അർഹതയും അവർക്ക് മാത്രമാണ്.
ഇത് ഒരു ചെറിയ ഉദാഹരണം മുമ്പിൽ വെച്ചുകൊണ്ടാണ് മക്ക ഇമാമ് ഈ ആയത്തിന്റെ വിശദീകരണം നൽകിയത്. ആ ഉദാഹരണം ഭൗതികമായ നമ്മുടെ ജീവിതത്തെ തന്നെ മുമ്പിൽ വെച്ചിട്ടാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ആ ജീവിതത്തിൽ നാം എത്ര കണ്ട് നാം സൂക്ഷ്മത പാലിക്കുന്നു, എത്ര കണ്ട് നാം പരിശ്രമിക്കുന്നു, എത്ര കണ്ട് നാം പാടുപെടുന്നു, എത്ര കണ്ട് നാം ഉറക്കൊഴിയുന്നു, എത്ര കണ്ട് നാം അധ്വാനിക്കുന്നു. അത് ആ ഭൗതികമായ നശ്വരമായ ജീവിതത്തിലുള്ളതായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്നിരിക്കുമ്പോൾ ആ നേട്ടം നമ്മിൽ നിന്നിട്ട് ഒരു പക്ഷേ നൊടിയിട കൊണ്ട് ചുട്ട് ചാമ്പലാവാൻ സാധ്യതയുണ്ട്, നശിച്ചു പോകാൻ സാധ്യതയുണ്ട്, ഭൂകമ്പത്തിലൂടെ നശിക്കാൻ സാധ്യതയുണ്ട്, വെള്ളപ്പൊക്കത്തിലൂടെ നശിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല കാരണത്താലും അത് നമുക്ക് ഉപയോഗപ്രദമാവാതിരിക്കാനും സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് മുൻ തീരുമാനമെടുക്കുവാനോ മുൻ ധാരണ ഉണ്ടാക്കുവാനോ സാധിക്കുന്നതല്ല. എന്നാലും നാം അതിൽ വീഴ്ച വരുത്താതിരിക്കുവാനും അതിൽ വളരെ ശക്തിയോടുകൂടി അതിലുള്ളതായ നേട്ടങ്ങൾക്ക് വേണ്ടി, സമ്പാദ്യങ്ങൾക്ക് വേണ്ടി നാം കഷ്ടപ്പെടുവാനും നാം ഒരുങ്ങുന്നു, തയ്യാറെടുക്കുന്നു. അതേ സമയത്ത് നാം അള്ളാഹുവുമായിട്ട് നടത്തിയതായ അഗ്രിമെന്റിൽ നമ്മുടെ യഥാർത്ഥ ജീവിതമാകുന്ന സൃഷ്ടിക്കപ്പെട്ട ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതായ ജീവിതം നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് സൃഷ്ടിച്ചു എന്ന് അള്ളാഹു തന്നെ പറഞ്ഞതായ ആ യാഥാർത്ഥ്യത്തിന് വേണ്ടി, ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതായ ജീവിതം ജീവിക്കുമ്പോൾ നാം എത്രമാത്രം പരിശ്രമിക്കേണ്ടതുണ്ട്, പാടുപെടേണ്ടതുണ്ട് എന്ന് മാത്രമല്ല എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മിൽ നിന്നിട്ട് അത് പാഴായി പോകാതിരിക്കാൻ വേണ്ടി, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, അത് സുരക്ഷിതത്വത്തോടു കൂടി നമ്മുടെ കൂടെ തന്നെ മരിക്കുമ്പോൾ ഉണ്ടാവാൻ വേണ്ടി, അത് നമുക്ക് പരലോകത്തിൽ പ്രയോജനം ലഭിക്കുന്നതായി മാറാൻ വേണ്ടി, പരലോക മോക്ഷം അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് മക്ക ഇമാമ് തുടക്കത്തിൽ തന്നെ ഊന്നി പറഞ്ഞതായ ഭാഗം. അതെ, അതുകൊണ്ട് മുസ്ലിമായ മുഅ്മിനായ സത്യവിശ്വാസിയായ മനുഷ്യൻ അവന്റെ അഖീദയെ ആദ്യമായിട്ട്, അവന്റെ വിശ്വാസത്തെ ആദ്യമായിട്ട് ലയാഇൽ നിന്നിട്ട് സംരക്ഷിക്കുക, അഥവാ നഷ്ടപ്പെട്ടു പോകുക എന്നതായ മഹാ അപകടം, അത് നശിച്ചു പോവുക, അത് ബാത്തിലായി പോവുക, ആ ബാത്തിലായി പോവുക എന്നതായ മഹാ അപകടത്തിൽ നിന്നിട്ട് നാം രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പാടുപെടേണ്ടത് നമ്മുടെ വിശ്വാസത്തെ. കാരണം മറ്റു കാര്യങ്ങളെല്ലാം അഥവാ നശിച്ചു പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ തന്നെ നമ്മുടെ കൂടെയുള്ളതായ ആദർശം ക്ലിയർ ഉണ്ടെങ്കിൽ, മറ്റുള്ളതായ അമലുകൾ നഷ്ടപ്പെട്ടു പോയത് നാം ചെയ്തതായ ക്രൂരകൃത്യം കാരണത്താൽ, നാം ചെയ്തതായ പരാക്രമം കാരണത്താലാണെങ്കിൽ അതിന്റെ തോതനുസരിച്ചിട്ട് നമുക്കല്ല പുറത്തു തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ നരകത്തിൽ കടക്കേണ്ടവരാക്കി, നരകത്തിന്റെ ശിക്ഷയ്ക്ക് അർഹപ്പെട്ടവരാക്കി മാറ്റുന്നതും, എന്നിട്ട് നമ്മുടെ പ്രവർത്തനത്തിന്റെ, നമ്മുടെ ക്രൂരകൃത്യത്തിന്റെ, നമ്മുടെ ദോഷത്തിന്റെ തോതനുസരിച്ചിട്ട് നമ്മെ അള്ളാഹു സൃഷ്ടിക്കുന്നതുമാണ്. അള്ളാഹു നമ്മെ അയിനത്തിൽ പെടുത്താതിരിക്കട്ടെ. നമ്മുടെ പാശ്ചാത്താപത്തെ അള്ളാഹു സ്വീകരിച്ചു വരുന്ന നമ്മെ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന് ശേഷം തൗഹീദ് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വിശ്വാസം, ആദർശം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനമായി സ്വർഗത്തിലേക്ക് എത്താൻ, നരകത്തിൽ നിന്ന് മോചിക്കാൻ സാധിക്കുമെന്ന ഒരു യാഥാർത്ഥ്യം മുമ്പിൽ വെച്ചിട്ടായിരിക്കണം നാം പരലോകത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഭൗതിക നേട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കും പോലെയല്ല, ഭൗതിക സമ്പാദ്യത്തെ കുറിച്ച് ചിന്തിക്കും പോലെയല്ല. അപ്പോൾ എന്ത് വേണം? ആ മുബ്തലാത്തുകൾ എന്തൊക്കെയാണ്, അഥവാ നമ്മുടെ അഖീദ, നമ്മുടെ ആദർശപരമായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതായ മാധ്യമങ്ങൾ എന്തൊക്കെയാണ്, രൂപങ്ങൾ എന്തൊക്കെയാണ്, മാർഗങ്ങൾ എന്തൊക്കെയാണ്, എന്തിലൂടെയെല്ലാമാണ് നമ്മുടെ ഇബാദത്ത് നഷ്ടപ്പെടുക, എന്തിലൂടെയെല്ലാമാണ് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുക എന്നത് നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിൽ ഏറ്റവും വലിയ അപകടം, ഏറ്റവും വലിയ മഹാപരാക്രമം അത് എന്താണ്? അത് ശിർക്കാണ്. അപ്പോൾ ശിർക്കിനെ നാം ആദ്യമായിട്ട് ശിർക്കിൽ നിന്നിട്ട് മോചിതരാവാൻ വേണ്ടി, ശിർക്കിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി, ശിർക്കിന്റെ എല്ലാ ഇനങ്ങളെക്കുറിച്ചും ഏതെല്ലാം രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് കടന്നു പോകാൻ സാധ്യതയുള്ളത് അവകളെ കുറിച്ചെല്ലാം പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അവകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി, അവകളിൽ നിന്നെല്ലാം മോചിക്കാൻ വേണ്ടി നാം പാടുപെടേണ്ടതാണ്, നാം കഷ്ടപ്പെടേണ്ടതാണ്. കാരണം നമ്മുടെ ഇബാദത്തുകൾ എല്ലാം നഷ്ടപ്പെട്ടു പോയാലും തൗഹീദ് ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ തൗഹീദ് നഷ്ടപ്പെടാനുള്ളതായ മഹാ അപകടകരമായ പ്രവർത്തനമാണ് ശിർക്ക്. അങ്ങനെയുള്ള അപകടകരമായ പ്രവർത്തനം അല്ലെങ്കിൽ വിശ്വാസം, അതാണ് ശിർക്ക്. അത് നമ്മിൽ നിന്നിട്ട് വന്നുപോയാൽ എല്ലാം നശിച്ചു, എല്ലാം നാം അവശേഷപ്പെട്ടു, നാം അപകടത്തിൽപ്പെട്ടു എന്നതാണല്ലോ നമുക്ക് അറിയാവുന്നതുപോലെ. അപ്രകാരം തന്നെ തൊട്ടു നിൽക്കുന്നതായ ബിദ്അത്തുകൾ, അഥവാ ദീനിലില്ലാത്തതായ അനാചാരങ്ങളും തോന്നിവാസങ്ങളും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും ഇന്ന് ലോകത്തിൽ വ്യാപകമായി കൊണ്ടേയിരിക്കുന്ന, ലോകത്തിൽ വളരെ വളരെ മുസ്ലിങ്ങളാണെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ തന്നെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നതായ ബിദ്അത്തുകളും ഖുറാഫാത്തുകളും അവകളിൽ നിന്നെല്ലാം
നാം മോചിക്കാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടേണ്ടതും പരിശ്രമിക്കേണ്ടതുമാണ്. എന്തിനു വേണ്ടി? നമ്മുടെ ആദർശം ബാത്തിലാവാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ആദർശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നാം ചെയ്യുന്നതായ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, അവർ ചെയ്തതായ അമലുകളിലേക്ക് നാം ചെല്ലും. എന്ത് കാരണത്താൽ? അവർ തൗഹീദ് ഇല്ലാതെ വന്നാൽ, തൗഹീദ് നഷ്ടപ്പെട്ടവരായി വന്നാൽ, ശിർക്ക് ചെയ്തവരായിട്ട് വന്നാൽ, അള്ളാഹുവിനെ ഏകനാണെന്ന് സമ്മതിച്ചുകൊണ്ട് അവന് മാത്രമാണ് ആരാധിക്കേണ്ടതെന്ന് സമ്മതിച്ചുകൊണ്ട്, ആരാധനക്ക് അർഹൻ അവന് മാത്രമാണ് എന്ന് സമ്മതിച്ചുകൊണ്ട്, ആ ആരാധന അവന് മാത്രം സമർപ്പിച്ചുകൊണ്ട്, അവനെ മാത്രം ആരാധിച്ച്, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അവന് മാത്രം നേർച്ചയാക്കി, അവന് മാത്രം ചെയ്യേണ്ടതായ സർവ്വ ആരാധനയുടെ ഇനങ്ങളും സമർപ്പിച്ച് അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കുക എന്നതായ ആ ബാധ്യതയിൽ ഒരു വീഴ്ചയും വരുത്താതിരിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ട്, ശിർക്കിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ട് ജീവിക്കുന്ന വിഭാഗമാണെങ്കിൽ അവർക്കാണ് രക്ഷ. അങ്ങനെ ജീവിക്കാത്ത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നു, എത്ര തന്നെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, എത്ര തന്നെ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ, എത്ര തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ ചെയ്തതായ സർവ്വ അമലുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമൽ, അവർ ചെയ്തതായ അമലുകളിലേക്ക് നാം ചെല്ലും. എന്നിട്ട് ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, അതിനെ വിതരപ്പെട്ട ധൂളിയാക്കിയിട്ട് നാം പറപ്പിച്ചു കളയുന്നതാണ് എന്നാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ആദർശത്തെ സംരക്ഷിക്കുന്നതായ മാധ്യമങ്ങൾ നാം കൈകൊള്ളുക, അതിനുവേണ്ടി നാം പാടുപെടുക. നാം ചെയ്യുന്നതായ അമലുകൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ളതായ ആ ഭാഗം പിന്നെയാണ് മദീന മക്ക ഇമാം പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ആദർശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, ആദർശമുണ്ടെങ്കിൽ മറ്റതൊക്കെ രക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ രക്ഷപ്പെട്ടില്ലെങ്കിൽ തന്നെ അതിന്റെ തോതനുസരിച്ച് ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ മോചിക്കാനും സാധ്യതയുണ്ട് എന്ന് ആദ്യം പറഞ്ഞല്ലോ നാം. അതുകൊണ്ട് തന്നെ ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പാടുപെടുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി ജനങ്ങളെ ശ്രദ്ധേയരാക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് അത്തരം കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി എല്ലാ രൂപത്തിലുള്ളതായ പരിശ്രമവും നാം പരിശ്രമിക്കുക. നമ്മിൽ നിന്നിട്ടുള്ള ദായികൾ, നമ്മിൽ നിന്നുള്ള പ്രബോധകന്മാർ, നമ്മിൽ നിന്നിട്ടുള്ള എഴുത്തുകാർ, നമ്മിൽ നിന്നിട്ടുള്ളതായ ഏതെല്ലാം രൂപത്തിൽ, ഏതെല്ലാം മേഖലകളിൽ ദഅവത്ത് ചെയ്യാനുള്ളതായ ചാൻസ് ലഭിക്കുന്നവരുണ്ടോ അതെല്ലാം ഓരോരുത്തരും ആദ്യമായി ശ്രദ്ധിക്കേണ്ടതും, ആദ്യമായി പരിശ്രമിക്കേണ്ടതും, ആദ്യമായി അവരുടെ പരിശ്രമത്തിന്റെ പ്രധാന ഭാഗങ്ങൾ അവർ നൽകേണ്ടതും അത് തൗഹീദിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾ, നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സക്കാത്ത് ആവട്ടെ, ഹജ്ജാവട്ടെ, സൽക്കർമ്മങ്ങളായ മറ്റ് സദഖകളാവട്ടെ, സക്കാത്തുകളാവട്ടെ, ധർമ്മങ്ങളാവട്ടെ എന്നെല്ലാം നാം ചെയ്തിട്ടുണ്ടോ ആ ചെയ്തതായ അമലുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായ മറ്റു ഭാഗങ്ങളുണ്ട്. അതിൽ നിന്നിട്ടും മോചിതരാവാൻ വേണ്ടി, അതിൽ നിന്നിട്ടും രക്ഷപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കുക. അപ്പോഴാണ് മക്ക ഇമാമ് മുഫ്ലിസിന്റെ ഹദീസ് ഓതിയത്. അത് നാം പലപ്പോഴും കേൾക്കാറുള്ള ഹദീസാണ്. നിങ്ങൾക്കറിയാമോ ആരാണ് അൽ മുഫ്ലിസ് എന്ന് ചോദിച്ചു. അപ്പോൾ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യൻ എന്നാണ്. അപ്പോൾ സഹാബാക്കളുടെ പ്രത്യുത്തരമുണ്ടായത്, അവർ ദീനാറില്ലാത്തവരും ദിർഹമില്ലാത്തവരുമല്ലേ റസൂലേ എന്ന്. സാധാരണ നമുക്ക് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പരിചയമുള്ളതായ മുഫ്ലിസ് അതേതാണ്? സമ്പത്തില്ലാത്തവർ, അത് സമ്പാദ്യമില്ലാത്തവര്, അത് ഡോളറില്ലാത്തവര്, അത് കാശില്ലാത്തവര്, അത് ദീനാറും ദിർഹമും ഇല്ലാത്തവരാ എന്നാണ് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്നിട്ട് ലഭിച്ചതായ മറുപടി, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ദുനിയാവ് നഷ്ടപ്പെട്ടവനെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മക്ക ഇമാം പറഞ്ഞതുപോലെ, ദുനിയാവ് നഷ്ടപ്പെട്ടാൽ തന്നെ അവൻ മരിക്കുന്ന സന്ദർഭത്തിൽ മുഫ്ലിസായിട്ട് തന്നെ മരിച്ചാലും തൗഹീദ് ഉണ്ടെങ്കിൽ, ഇബാദത്ത് ഉണ്ടെങ്കിൽ, സാലിഹായ സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അവന് മോചിക്കാനും രക്ഷപ്പെടാനും സാധിക്കും, അവർ വിജയിയായിട്ട് തന്നെ മരിക്കാൻ സാധിക്കും. അതേ സമയത്ത് ഞാൻ പറയുന്നത് അതിനെ കുറിച്ചല്ല. മല്ലാ ദീനാറ ലഹു വലാ ദിർഹമ എന്നവർ മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിയുടെ പ്രത്യുത്തരം അല്ലെങ്കിൽ പ്രവാചക പ്രഭുവിന്റെ പ്രവചനം എന്തായിരുന്നു? അതിന്റെ പരിപൂർണത അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് പരലോകത്തിലേക്ക് വരുമ്പോൾ അവൻ നിസ്കാരമായി വരും, നോമ്പുമായി വരും, സക്കാത്തുമായി വരും, സൽക്കർമ്മങ്ങളുമായി വരും, പർവ്വതം പോലെ സൽക്കർമ്മങ്ങൾ ചെയ്തു വന്നവനായിരിക്കും. അതേ സമയത്ത് ഓരോരുത്തരെ ഇവനെ ചീത്ത പറഞ്ഞു കാണും, അവനെ അടിച്ചു കാണും, അവനെ ആക്രമിച്ചു കാണും, അവന് സമ്പത്ത് തിന്നു കാണും, പലർക്കും പല അവകാശങ്ങൾ കൊടുക്കാനുണ്ടായിരിക്കും. അങ്ങനെയുള്ള അവകാശങ്ങൾ കാരണത്താൽ പരലോകത്തിലേക്ക് എത്തുമ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനായ നേതാവായ ആ ഭരണാധിപന്റെ കോർട്ടാണ്. ആ കോർട്ടിൽ എന്തില്ല? അക്രമമില്ല, അനീതിയില്ല. കൃത്യമായിട്ട് ചെയ്തതായ സർവ്വ അമലുകൾ, സൽക്കർമ്മമാണെങ്കിൽ സൽക്കർമ്മം, അല്ലെങ്കിൽ അക്രമമാണെങ്കിൽ അക്രമം, അതിന് പ്രതികാരമോ പ്രതിഫലമോ നൽകുന്നതായ ഒരു മഹാ കോർട്ടാണല്ലോ ആ മഹാ സുപ്രീം കോർട്ട്. അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ആ മഹാ റബ്ബുൽ ഇസ്സത്ത്
ജന്നത്തിന്റെ മഹ്ശറ എന്ന ആ വൻസഭ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ളതായ വിഭാഗത്തെ വിചാരണ നടത്തുന്ന സമയത്ത് നമസ്കരിച്ചവൻ, നോമ്പ് പിടിച്ചവൻ, സക്കാത്ത് കൊടുത്തവൻ, എല്ലാം ചെയ്തു വന്നവൻ അവിടെ എത്തുന്ന സന്ദർഭത്തിൽ ധാരാളം മറുവശത്തിൽ പർവ്വതം പോലെ അക്രമം ചെയ്ത, അനീതി ചെയ്ത, ഇടിച്ച ഭീഷണിയും പ്രദൂഷണവും പറഞ്ഞതായ അങ്ങനെ ധാരാളം തെറ്റുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ, അവകാശങ്ങൾ കൊടുക്കാനുള്ളവനായിട്ട് വന്നവനായിരിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നീതിയിലൂടെ ഓരോരുത്തർക്കും കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഇവന്റെ അമലുകൾ നിന്നിട്ടാണ് അവൻ അത് കൊടുക്കുക. അമലുകളെല്ലാം ഓഹരി വെച്ച് കഴിഞ്ഞാൽ അവന്റെ കൂടെയുള്ളതായ അമലുകളെല്ലാം അവസാനിച്ചു. അതേസമയത്ത് അവൻ ചെയ്തതായ അക്രമം അവസാനിച്ചിട്ടില്ല, അവൻ കൊടുക്കാനുള്ള അവകാശം അവസാനിച്ചിട്ടില്ല എന്നിരിക്കുമ്പോൾ പിന്നെ ഈ കൊടുക്കാനുള്ള, അവൻ ആർക്കാണ് കൊടുക്കാനുള്ളത്? ആ കൊടുക്കാനുള്ളവരുടെ തെറ്റുകളെ ഇവരിലേക്ക് വലിച്ചെറിയപ്പെടും, ഇവന്റെ പരടിയിലേക്ക് വലിച്ചെറിയപ്പെടും. എന്നിട്ട് ഇവനെ നരകത്തിലേക്കായിരിക്കും അവസാനം കൊണ്ടുപോവുക. അങ്ങനെയുള്ള മഹാപകടത്തിലേക്ക് എത്തുമ്പോൾ അവനേക്കാൾ വലിയ ദാരിദ്ര്യന് വേറെ ആരുണ്ട്? അവനാണല്ലോ ഇപ്പോൾ ധാരാളം വലിയ റസീദുമായി, ഖുതുബയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബാങ്കിൽ റസീദിനെ കുറിച്ചാണ് മൂപ്പർ ഖാത്തീബ് തുടങ്ങിയത്. ആ റസീദുമായി വന്നവനല്ലേ, വലിയ റസീദ്, ധാരാളം അവന്റെ കൂടെ എന്തുണ്ട്? സമ്പത്തുണ്ട്. എന്ത് സമ്പത്ത്? പരലോകത്തിലേക്ക് വേണ്ടിയിട്ട് തയ്യാർ ചെയ്തതായ നമസ്കാരം, തയ്യാർ ചെയ്തതായ നോമ്പ്, തയ്യാർ ചെയ്തതായ സൽക്കർമ്മങ്ങൾ എല്ലാം അവന്റെ കൂടെയുണ്ട്. അത് മുഴുവനും നശിക്കേണ്ടി വന്നു. എന്ത് കാരണത്താൽ? അവകാശങ്ങൾ മറ്റുള്ളവരെ ആക്രമിച്ചത് കാരണത്താൽ, മറ്റുള്ളവരുടെ മുമ്പിൽ അനീതി കാട്ടിയത് കാരണത്താൽ, മറ്റുള്ള സമ്പത്ത് പിടിച്ചു പറിച്ചു തിന്നത് കാരണത്താൽ, മറ്റുള്ളവരെ വഞ്ചിച്ചത് കാരണത്താൽ, മറ്റുള്ളവരെ ചതിച്ചത് കാരണത്താൽ അങ്ങനെ മഹാ അപകടത്തിൽപ്പെടുന്നതായ വിഭാഗത്തിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന നൽകിയത്. അപ്പോൾ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? ഒരാൾ ചെയ്തതായ തെറ്റ് മറ്റാള് പേറുകയില്ല, മറ്റാൾ ഏൽക്കുകയില്ല. അതേ, ശരിയാണ്. ഒരാൾ ചെയ്തതായ തെറ്റ്, ഓരോരുത്തരും ചെയ്തതായ തെറ്റ് മാത്രമേ അവരേൽക്കുകയുള്ളൂ. ആയത്തും ഈ ഹദീസും പരസ്പര വിരുദ്ധമല്ല, മറിച്ച് ഈ ആയത്ത് കുറിക്കുന്നത് അതേ തത്വം തന്നെയാണ്. അതെന്ത്? ഒരാൾ ചെയ്തതായ തെറ്റ്, ആ തെറ്റിനുള്ളതായ പ്രതികാരമാണ് അവൻ പരലോകത്തേക്ക് ഏൽക്കേണ്ടി വരിക. അപ്പോൾ മറ്റുള്ളവന്റെ മുമ്പിൽ ഇവൻ അഴിച്ചുവിട്ടതായ അക്രമങ്ങൾക്കും ആ അനീതികൾക്കും പകരമായിട്ടാണ് ഇവൻ ചെയ്തതായ സൽക്കർമ്മത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നീതിയിലൂടെ അവൻ ഓഹരി വെച്ചു കൊടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നാം അവിടെ കാണുക. അങ്ങനെയുള്ള അപകട മേഖലയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട്, മഹ്ശറ വൻസഭയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട്, നീതിയുടെ കോർട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട്, കൃത്യമായിട്ട് നാം ഇവിടെ ചെയ്യുന്നതായ അമൽ സാലിഹാത്തുകളെ ആദ്യമായി ഞാൻ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ആദർശത്തെ നാം സ്വർണം പോലെ, എന്റെ ശൈലിയിൽ ഞാൻ പറയാറുള്ളതാണ്, സ്വർണം പോലെ, പവിഴം പോലെ, മുത്തുപോലെ, മാണിക്യം പോലെ അല്ല, ജീവിതം പോലെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആദ്യം നാം പാടുപെടേണ്ടത്. അപ്പോൾ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. കബറാളികളോടല്ല, ജിന്നുകളോടല്ല, മലക്കുകളോടല്ല, വസ്തുക്കളോടല്ല, വ്യക്തികളോടല്ല, ഇവിടെ ജീവിക്കുന്ന അല്ലാഹുവിന്റെ സൃഷ്ടികൾ നിന്നിട്ട് ഒന്നിനോടും ആരോടും അല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. നാം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആരാധനയാകുന്നതായ ആ വിളിക്കേണ്ടതും ആരാധനയാകുന്ന ആ സഹായാർത്ഥനം അർത്ഥിക്കേണ്ടതും അത് സൃഷ്ടാവായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിനോട് മാത്രമായിരിക്കണം. അത് ആദ്യമായിട്ട് നാം സൂക്ഷിക്കേണ്ട, സംരക്ഷിക്കേണ്ടതായ ആദർശം അതാണ് നാം അല്ലാഹുമായി നടത്തിയതായ അഗ്രിമെന്റ്. ആ അഗ്രിമെന്റിനെ നാം സംരക്ഷിക്കാൻ വേണ്ടി ആദ്യം പാടുപെടുക. അത് കഴിഞ്ഞാൽ ആ അഗ്രിമെന്റ് നിലനിർത്താൻ വേണ്ടി മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ എന്ന് ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, വിശ്വാസം കെട്ടുറപ്പുള്ള വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ വിശ്വാസത്തെ ആധാരമാക്കി, ആസ്പദമാക്കിയിട്ട് നാം ചെയ്യുന്നതായ സ്വീകാര്യോഗ്യമായ സൽക്കർമ്മങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. നഷ്ടപ്പെട്ടു പോകാത്തതായ സൽക്കർമ്മങ്ങൾ. എങ്ങനെയാണ് നഷ്ടപ്പെടുക ആദർശം എന്നതും നാം കേട്ടു, എങ്ങനെയാണ് നഷ്ടപ്പെടുക സൽക്കർമ്മങ്ങൾ എന്നും നാം കേട്ടു. അതിനെയെല്ലാം സംരക്ഷിക്കുക എന്ന ബാധ്യത നാം വളരെ ശ്രദ്ധിക്കേണ്ടതായ ഭാഗമാണ്. കാരണം നമ്മുടെ പരലോകമോഷം അതിലൂടെയാണ് എന്നതുകൊണ്ട്. അതായിരുന്നു ഏറ്റവും ഷോർട്ടായിട്ട് ഇന്ന് മക്ക ഇമാമ ഡോക്ടർ ഉസാമ ഹയ്യാത്ത് സംസാരത്തിന്റെ രത്നച്ചുരുക്കം. മദീനയിൽ ഡോക്ടർ അബ്ദുള്ള അൽ ബൈജാനായിരുന്നു സംസാരിച്ചത്. അത് ഏറ്റവും വലിയ ഇബാദത്താകുന്ന ദിക്റുള്ളയെ കുറിച്ചാണ്. ദിക്റുള്ള എന്നത് എല്ലാ സൽക്കർമ്മത്തിന്റെയും മജ്ജ അവിടെയാണ് നിൽക്കുന്നത്. എല്ലാ ഇബാദത്തിന്റെയും മജ്ജ നിൽക്കുന്നത് ദിക്റുള്ളയിലാണ്. ഒരാൾ അല്ലാഹുവിനെ സ്മരിക്കേണ്ടതുപോലെ സ്മരിച്ചു കഴിഞ്ഞാൽ ആ സ്മരിക്കുന്ന വ്യക്തി 5 വക്ത് നിസ്കരിക്കും, സുബഹ്നിസ്കാരത്തിന് ഉണരും. തെറ്റ് അവനെ പൈശാചിക ശല്യത്തിൽ കൂടി അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പരിശ്രമം നടക്കുന്ന സന്ദർഭത്തിൽ അതിൽ നിന്നിട്ട് മോചിക്കാൻ, അതിൽ നിന്നിട്ട് സംരക്ഷിക്കാൻ അവനെ കൊണ്ട് ദിക്റുള്ളയിലൂടെ സാധിക്കും. അവർ അല്ലാഹുവിനെ ഓർക്കുന്നു, അല്ലാഹുവിനെ സ്മരിക്കുന്നു. എപ്പോൾ അത്തരം പ്രശ്നങ്ങൾ വരുന്നതായ സന്ദർഭത്തിൽ, തെറ്റായ ചിന്തകൾ വരുന്ന സമയത്തിൽ തെറ്റ് വരുമ്പോൾ ഉടനെ തന്നെ അവർ മാഫിന് ചോദിക്കുന്നു. അപ്പോൾ ദിക്റുള്ള നല്ല ഒരു സിലാഹാണ്,
നല്ലൊരു മാധ്യമമാണ്, നമ്മുടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ളതായ നല്ല പോൺവഴിയാണ്. ഏത് സന്ദർഭത്തിലും ദിക്റുള്ളയുമായിട്ട് ബന്ധപ്പെട്ട് നാം ജീവിക്കുക. അതുകൊണ്ട് തന്നെയായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല 10ഓളം നന്മകളെ സൂറത്തുൽ അഹ്സാബിൽ എണ്ണിയതായ സന്ദർഭത്തിൽ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി എന്ന് പറഞ്ഞുകൊണ്ട് ആ നീണ്ട 10 സിഫത്തുകളെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു പറഞ്ഞ് അതിന്റെ സമാപനത്തിൽ പറഞ്ഞതാണ് വദ്ദാകിരീനല്ലാഹ കതീറൻ. 9 കാര്യം പറഞ്ഞ ശേഷം 10ാമത്തേത് വദ്ദാകിരീനല്ലാഹ കതീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ കൂടുതൽ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്ന, കൂടുതൽ ദിക്ർ കൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന, കൂടുതൽ ഓർത്തുകൊണ്ടേയിരിക്കുന്ന വിഭാഗം. അഥവാ സാധാരണ ദിക്ർ ചൊല്ലിയാൽ പോരാ, കൂടുതൽ എന്നാണ് അല്ലാഹുവോട് ഉപയോഗിച്ചത്. വദ്ദാകിരീനല്ലാഹ കതീറൻ പുരുഷന്മാരാവട്ടെ, വദ്ദാകിറാത്ത് സ്ത്രീകളാവട്ടെ, അല്ലാഹുവിനെ കൂടുതൽ കൂടുതൽ ദിക്ർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്ന വിഭാഗം. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. ഈ വിഭാഗത്തിനാണ്, അഥവാ ഈ 10 നന്മകൾ ചെയ്തതായ ഈ വിഭാഗത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനത്തെ തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ, മഹാപ്രതിഫലത്തെ, താങ്ങാനാവാത്ത, ഊഹിക്കാൻ പോലും പറ്റാത്തതായ പ്രതിഫലത്തെ അവിടെ തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത് ഈ ദാകിരീനല്ലാഹ കതീറൻ വദ്ദാകിറാത്ത് എന്നല്ല സമാപിച്ചതായ 10 നന്മകൾ ചെയ്തതായ വിഭാഗത്തെ കുറിച്ചാണ്. ആ 10 നന്മകളുടെ പരിപൂർണതയും ആ 10 നന്മകളുടെ കാരണവും ആ 10 നന്മകൾ പ്രേരണ നൽകുന്നതുമായ ഒന്നാണ് ദിക്റുള്ളയുടെ ഉടമയായി മാറുക എന്നതാണ് മദീന ഇമാമ് എന്നുണർത്തിയതായ ഭാഗം. അതെ, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കതീറ വസബ്ബിഹുഹു ബുക്റതൻ വസീല എന്നും റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു മറ്റൊരിടത്ത് പറഞ്ഞതായിട്ട് കാണാം. ഏ സത്യവിശ്വാസികളെ, ദിക്റുല്ലാഹ ദിക്റൻ കതീറ, നിങ്ങൾ അല്ലാഹുവിനെ കൂടുതൽ ദിക്ർ പറയുന്നിടത്ത് അല്ലാഹു കൂടുതൽ എന്ന പദം ഉപയോഗിക്കുകയാണ്. നിങ്ങൾ അല്ലാഹുവിന് കൂടുതൽ ദിക്ർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക. വസബ്ബിഹുഹു, അവന്റെ തസ്ബീഹുകൾ അവനെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുക, വാഴ്ത്തിക്കൊണ്ടേ ഇരിക്കുക, പരിശുദ്ധനാക്കിക്കൊണ്ടേ ഇരിക്കുക. രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്ന് അല്ലാഹുവിന്റെ നിർബന്ധ കൽപ്പന വരികയാണ്. അപ്പോൾ ഈ നിർബന്ധ കൽപ്പനയാകുന്ന ദിക്റുള്ള നമ്മുടെ കൂട്ടപ്പറപ്പായി മാറാൻ നിർബന്ധമാണ്. എന്തുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുക, തെറ്റുകൾ നിട്ട് മോചിപ്പിക്കാൻ സാധിക്കുക. അതെ, തീർച്ചയായിട്ടും നാം ചിലപ്പോൾ ദിക്റുള്ള തൊള്ളുകൊണ്ട് പറയുന്ന സന്ദർഭമല്ലായിരിക്കും. അതേസമയത്ത് തെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പൈശാചിക ശല്യം നമ്മെ പരിശ്രമിക്കുന്നുണ്ടായിരിക്കും, പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനുവേണ്ടിയുള്ളതായ പരിശ്രമം വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്നു. ആ ഓർത്തത് കാരണത്താൽ ഉടനെ തന്നെ ആ തെറ്റ് വേണ്ടാന്ന് വെക്കുന്നു. അതും എന്താണ്? സാമിത്തായ ദിക്റാണ്. തൊള്ള കൊണ്ട് അവിടെ ദിക്ർ പറഞ്ഞിട്ടില്ല, പക്ഷേ ഹൃദയത്തിൽ നിന്നിട്ട് ഉടലെടുത്തതായ ഒരു അള്ളാഹുവിനോടുള്ളതായ ഭയം അവനുണ്ടായി. ആ ഭയം വന്നപ്പോൾ അവൻ ആ തെറ്റിൽ നിന്നിട്ട് മോചിതരാവാൻ വേണ്ടി, തെറ്റിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി അവൻ അത് സഹായകമാവുകയും ചെയ്തു. അങ്ങനെയുള്ള ആ ദിക്റുള്ളയെ കുറിച്ച് പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ കലിമത്ത് തൗഹീദിന്റെ പ്രാധാന്യമാണ് വളരെ ഷോർട്ടാക്കി ഞാൻ പറയുകയാണ് ഇന്ന് മദീന ഇമാമ് ഊന്നി പറഞ്ഞതായ ഭാഗം ഡോക്ടർ അബ്ദുള്ള അൽ ബൈജാൻ. കാരണം ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിലാണ് ഇപ്പോൾ കൃത്രിമങ്ങൾ ലോകത്തിൽ കടന്നുകൊണ്ടേയിരിക്കുന്നത്. ലോകത്തിന്റെ നാനാതുറകളിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ, അള്ളാഹുവിന്റെ ശത്രുക്കളായ, ഖുർആനിന്റെ ശത്രുക്കളായ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശത്രുക്കളായ ജൂതന്മാരെ പോലത്തതായ മറ്റൊരു വിഭാഗമാണ് ഷിയാക്കൾ. ആ ഷിയാക്കൾ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ഇറക്കിയതായ, അല്ലാഹു ആ സംരക്ഷണത്തിന് വേണ്ടി ഇറക്കിയും കൊണ്ട് നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം, വസ്തഗ്ഫിർ ലിദംബിക, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വല്ല വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ നിന്നിട്ട്, പാപങ്ങളിൽ നിന്നിട്ട് മോചനം നേടണം, മോചനം തേടാൻ വേണ്ടി പാശ്ചാത്തപിക്കണം എന്നൊക്കെ അല്ലാഹു കൽപ്പിച്ചതായ ആ മഹാ ഇസ്മത്തിന് വേണ്ടി, ആ മഹാ സംരക്ഷണത്തിന് വേണ്ടി അല്ലാഹു നൽകിയതായ ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം തന്നെ എന്താണ്? അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ പറ്റിയവൻ വേറെ ഇല്ല എന്നതാണ്. ആ ആരാധനയുടെ മജ്ജ നിൽക്കുന്നത് ഇബാദത്തിലാണ്. ആ ഇബാദത്ത് അത് ദുആയിലാണ്. അതിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തൽ ദുആയിലേക്ക് എത്തുമ്പോഴാണ്. ആ ദുആ ഉള്ളത് കൊണ്ടാണ് എല്ലാ ഇബാദത്തുകളും ഇബാദത്താകുന്നത്. ദുആ ഇല്ലാത്ത ഇബാദത്തുകൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നതല്ല. എന്തുകൊണ്ട്? എല്ലാ ഇബാദത്തിന്റെയും അകത്തുള്ള മുസ്ലിമിന്റെ തേട്ടവും നേട്ടവും എന്താണ്? അവൻ അള്ളാഹുവിൽ നിന്നിട്ട് ഈ സൽക്കർമ്മത്തിന്റെ പ്രതിഫലം കിട്ടണം. അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നു, അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യുന്നു എന്ന തേട്ടം അവന്റെ ഹൃദയത്തിൽ ഉടലെടുക്കുന്നു. ആ ഇബാദത്ത് അത് ദുആയിലൂടെയാണ് വരിക. ആ ദുആ അത് ഷിട്ടാവിനോട് മാത്രമേ പാടുള്ളൂ. ഷിട്ടാവല്ലാതെ അത് ഖബറാളികൾക്ക് വേണ്ടിയോ, ഖബറാളികളോടോ, അല്ലെങ്കിൽ മരിച്ചവരോടോ, അല്ലെങ്കിൽ ഔലിയാക്കന്മാരോടോ, അല്ലെങ്കിൽ സാലിഹ്യങ്ങളോടോ, അങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഷിയാക്കൾ ലോകവ്യാപകമാക്കിയതായ തത്വങ്ങൾ പേര് നടക്കുന്ന ഷിയായിസം ഇന്ന് ലോകത്തിലെ എല്ലായിടങ്ങളിലുള്ളതുപോലെ അത് കേരളത്തിലും വ്യാപകമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖോട്
അതോടുകൂടി തൗഹീദ് വ്യാപകമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുടെ പരിശ്രമം അത് വിജയിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നതിൽ ഒരു സമാധാനമുണ്ട്. അതിൽ നമുക്ക് സംശയമില്ല. അത് വിജയിക്കുക തന്നെ ചെയ്യും. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. മുശ്രിക്കീങ്ങൾ ശിർക്ക് ചെയ്യുന്നവർ എതിർത്താലും വെറുത്താലും വലൗ കരിഹൽ മുജ്രിമൂൻ എന്നും ഖുർആനിൽ കാണാം. അതെ, ആ പരാക്രമികളായ ശിർക്ക് ചെയ്യുന്നവർ ഇതിനെ എതിർത്താലും ഇതിന് എതിരിൽ അവര് പരിശ്രമിച്ചാലും സ്റ്റേജ് കെട്ടിയാലും പ്രസംഗങ്ങൾ നടത്തിയാലും കളവ് പ്രചരിപ്പിച്ചാലും തോന്നിവാസങ്ങൾ പ്രചരിപ്പിച്ചാലും കള്ള കറാമത്തുകൾ പ്രചരിപ്പിച്ചാലും എന്ത് കാട്ടിയാലും തൗഹീദ് അതിന്റെ വിജയ പതാക പറക്കേണ്ടതുപോലെ പറന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു ഏറ്റെടുത്തതാണ്. പക്ഷെ ഏറ്റെടുത്തത് ആരിലൂടെയാണ്? അത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായ മുവഹിദീങ്ങളിലൂടെയാണ്. അപ്പോൾ ആരായിരിക്കണം ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കേണ്ടത്? മുവഹിദീങ്ങളുടെ ബാധ്യതയാണ്. മുവഹിദീങ്ങളുടെ ബാധ്യതയാണ് ജനങ്ങളെ നന്മയിലേക്ക്, ജനങ്ങളെ തൗഹീദിലേക്ക്, ജനങ്ങളെ യഥാർത്ഥ ആദർശത്തിലേക്ക്, ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മടക്കുക. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്നിട്ട് വ്യതിചലിക്കുന്ന വിഭാഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതായ യുഗത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മദീന ഇമാം പറയുന്നു, അൽ ഇഖ്റാറു ബി അന്നല്ലാഹ ഹുവൽ വാഹിദുൽ അഹദ് അർ റബ്ബുസ് സമദ്. ആദ്യമായിട്ട് ഒരുത്തൻ വിശ്വസിക്കുക എന്ന് മാത്രമല്ല, അവൻ അംഗീകരിക്കുക, അവൻ സമ്മതിക്കുക, അവൻ സത്യപ്രതിജ്ഞ ചെയ്യുക, അള്ളാഹു മാത്രമാണ് ഏകൻ, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അവന് മാത്രമാണ് റബ്ബ്, അവന് മാത്രമാണ് സംരക്ഷകൻ, അവൻ മാത്രമാണ് ലോകത്തിലെ ആസകലം നിയന്ത്രിക്കുന്നവൻ, അവന്റെ കസ്റ്റഡിയിലാണ് ലോകം ആസകലം എന്ന വിശ്വാസത്തിലേക്ക് ജനങ്ങളെ, പ്രത്യേകിച്ച് ഷിയാക്കളെ, പ്രത്യേകിച്ച് അങ്ങനെയുള്ള വിശ്വാസമില്ലാത്തവരെ തെളിക്കാൻ വേണ്ടി, ക്ഷണിക്കാൻ വേണ്ടി, പ്രേരിപ്പിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി, ഉൾക്കൊള്ളാൻ വേണ്ടി പരിശ്രമിക്കുക എന്നത് മുവഹിദീങ്ങളുടെ ബാധ്യതയാണ്. സത്യം അറിഞ്ഞവരുടെ ബാധ്യതയാണ്. ഞാൻ നന്നായല്ലോ, ഞാൻ രക്ഷപ്പെട്ടല്ലോ, എനിക്ക് എന്റെ കാര്യം നന്നായല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ചടഞ്ഞുകൂടേണ്ടതല്ല. എത്ര കണ്ട് സാധിക്കുന്നുവോ സ്വന്തം കുടുംബക്കാരിൽ, പിന്നെ അത് കഴിഞ്ഞാൽ നാട്ടുകാരിൽ, പിന്നെ പരിസരത്തിൽ എവിടെയെല്ലാം ഈ സത്യത്തെ വ്യാപകമാക്കാൻ സാധിക്കുന്നുവോ അവിടെയെല്ലാം വ്യാപകമാക്കാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതാണ്. എന്നിട്ട് നമുക്ക് അല്ലാഹു തരുന്നതായ ആ മഹാ നേട്ടമാകുന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ന് മദീന ഇമാം പറഞ്ഞതുപോലെ അതിന്റെ മജ്ജ എന്താണെന്ന് മനസ്സിലാക്കി അൽ ഇഖ്റാറു ബി അന്നല്ലാഹു ഹുവൽ വാഹിദുൽ അഹദ്. ആദ്യമായിട്ട് അല്ലാഹു ഏകനാണ്, അവൻ അഹദാണ്, അവൻ ആരാധനക്ക് അർഹനാണ്, അവൻ റബ്ബാണ്, അവൻ സമദാണ്, അവൻ ഇബാദത്തിന് അർഹനാണ് എന്നതൊക്കെ സമ്മതിക്കുക. അപ്രകാരം തന്നെ ഉലൂഹിയ്യ എന്നത് അല്ലാഹു അല്ലാത്തവർക്ക് നിഷേധിക്കുകയും ചെയ്യുക. അല്ലാഹു അല്ലാത്ത സൃഷ്ടികൾക്ക്, കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാർക്ക്, ജിന്നുകൾക്ക്, മലക്കുകൾക്ക്, വസ്തുക്കൾക്ക്, വ്യക്തികൾക്ക്, ബിംബങ്ങൾക്ക്, അതിനെല്ലാം ഈ അള്ളാഹുവിന് പോകേണ്ടതായ, അള്ളാഹുവിന് കയറേണ്ടതായ ആ അവകാശം അവർക്ക് നൽകാതിരിക്കുക, അവർക്ക് ഡിവൈഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ അള്ളാഹുവിനെ തരം താഴ്ത്തൽ വന്നു, അള്ളാഹുവിനെ ആദരിക്കൽ വന്നില്ല, അള്ളാഹുവിനെ ബഹുമാനിക്കൽ വന്നില്ല. അള്ളാഹ് പറഞ്ഞതുപോലെ മാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അള്ളാഹിനെ ബഹുമാനിക്കേണ്ടതുപോലെ അവർ ബഹുമാനിക്കുന്നില്ല, അവർ അള്ളാഹുവിനെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കുന്നില്ല. എന്തുകൊണ്ട് ആദരിക്കുന്നില്ല? അള്ളാഹുവിന്റെ കഴിവ് കേൾപ്പവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന തന്നെ അതായിരുന്നു, ഉമിർതു അൻ ഉഖാതില അന്നാസ, ജനങ്ങളോട് പോരാടാൻ വേണ്ടി അള്ളാഹുവിനോട് കൽപ്പിച്ചത് ഏതുവരേക്കാണ്? ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ അള്ളാഹുവിന് മാത്രം ആരാധന സമർപ്പിക്കാൻ വേണ്ടി സമ്മതിക്കുന്നത് വരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് തൊള്ളകൊണ്ട് മാത്രം പറയലല്ല, അത് പ്രവർത്തിക്കലാണ്, അത് ജീവിതത്തിൽ പകർത്തലാണ്, അത് ഹൃദയത്തിൽ കെട്ടുറപ്പുള്ള വിശ്വാസമായി ഉടലെടുക്കലാണ്. ആ വിശ്വാസം ഉടലെടുത്തു കഴിഞ്ഞാൽ പിന്നെ പൂജകളിലേക്ക് ചെല്ലൂല. മറ്റു പൂജകൾ ഇപ്പോൾ വ്യാപകമായി കാണുന്ന ഇസ്ലാമിന്റെ പേരിൽ, സിയാറത്തിന്റെ പേരിൽ പൂജകൾ വ്യാപകമായിക്കൊണ്ട് ഇരിക്കുകയാണ്. ഷിയാക്കളുടെ ഇടയിൽ ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്ന് നാം വിശേഷിപ്പിക്കുന്ന ആ ഇറാനിൽ നിന്നിട്ട് ഉടലെടുത്തതായ തത്വമാകുന്ന ഷിയാക്കളുടെ തത്വമാണ് അള്ളാഹു അല്ലാത്ത ഹസൻ, ഹുസൈൻ, അലി, ഫാത്തിമ പോലോത്ത മഹാത്മാക്കളാകുന്ന സാലിഹ്യങ്ങളെ ബഹുമാനിച്ച് ഊടുകഴിഞ്ഞ് അതിർവിട്ടു എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവടിക്കുകയും ഈ പറഞ്ഞവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചയാക്കുകയും അവർക്ക് അർക്കുകയും അവർക്ക് ആരാധനയുടെ ഇനങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നതായ മഹാക്രൂര കൃത്യത്തിലേക്ക്, മഹാപരാക്രമത്തിലേക്ക് അള്ളാഹു സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞതുപോലെ ഇന്ന ശിർക ലദുൽമുൻ അദീം, മഹാപരാക്രമം അത് എന്താണ്? ശിർക്കാണെന്ന് പറഞ്ഞതുപോലെ ആ ശിർക്കിലേക്ക് നയിക്കുന്ന, അതിനുവേണ്ടി പ്രസ് ചെയ്യുന്ന, അതിനുവേണ്ടി കാശ് ചെലവഴിക്കുന്ന, അതിനുവേണ്ടി പ്രസംഗിക്കുന്ന, അതിനുവേണ്ടി സ്റ്റേജ് കെട്ടുന്ന, അതിനുവേണ്ടി എല്ലാ പ്രയത്നങ്ങളും നടത്തുന്ന നാട്ടിലും വിഭാഗത്തിലും പരിസരത്തിലുമാണ് കേരളീയരായ എന്റെ ശബ്ദം കേൾക്കുന്നതായ വിഭാഗം
ജീവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ നമ്മുടെ നാട്ടിലും ലോകത്തിൽ ആ സകലവും വ്യാപകമായി കൊണ്ടിരിക്കുന്നതായ ഇസ്ലാമിന്റെ ശത്രുക്കൾ വ്യാപകമാക്കുന്നതായ ഈ സിദ്ധാന്തങ്ങളോട് എതിർക്കുവാനും അതിന്റെ ദൂഷ്യവശങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാനും പാമരന്മാരായ അറിവില്ലാത്തവരായ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കുവാനും പരിശ്രമിക്കേണ്ടത് അത് വഹീദീങ്ങളുടെ ബാധ്യതയാണ്. സത്യം മനസ്സിലാക്കാൻ ചാൻസ് കിട്ടിയവരുടെ ബാധ്യതയാണ്. സത്യം മനസ്സിലാക്കിയവർ സത്യം മനസ്സിലാക്കിയത് പെട്ടെന്നൊരു പ്രഭാതത്തിലല്ല, ധാരാളം മെനക്കെട്ടത് കൊണ്ടാണ്, ധാരാളം ക്ലാസ് കേട്ടത് കൊണ്ടാണ്, ധാരാളം ചിലപ്പോൾ വായിച്ചത് കൊണ്ടാണ്, ധാരാളം എൽമ പഠിച്ചത് കൊണ്ടാണ്. എന്നതുപോലെ തന്നെ ഒരു പ്രഭാതത്തിൽ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഒരാൾ പെട്ടെന്ന് നന്നാവുന്നതല്ല, നന്നാക്കാൻ സാധിക്കുന്നതുമല്ല. കുറെ സമയമെടുക്കും, കുറെ ഹിക്മത്തോടു കൂടി അവർക്ക് ദഅവത്ത് നടത്തേണ്ടി വരും. അള്ളാഹു പറഞ്ഞതുപോലെ ചിലപ്പോൾ തർക്കിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ തർക്കവും ഇസ്ലാം അനുവദിച്ചു, ഖുർആൻ കൽപ്പിച്ചു, ഖുർആൻ അനുവദിച്ചു. വേണ്ടതുപോലെ തർക്കിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്തിന്റെ കാര്യത്തിൽ? തൗഹീദിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെയുള്ളതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിതാലിന് വേണ്ടി, പോരാടാൻ വേണ്ടി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായ കൽപ്പന അതെന്തിനു വേണ്ടിയായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിനെ ആസ്പദമാക്കിയിട്ട് ചെയ്യുന്നതായ ഇബാദത്താകുന്ന 5 വഖ്ത് നമസ്കാരം നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, നോമ്പ് നോക്കണം, മറ്റ് അമലുകളൊക്കെ ചെയ്യണം. അതൊക്കെ എന്നോട് കൽപ്പിക്കപ്പെട്ട ഭാഗമാണെന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും നമ്മുടെ മുമ്പിൽ ഈ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കൽപ്പനയെ ഇന്ന് മദീന ഇമാം ഓതിയതായിട്ട് കാണാം. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അസമൂ മിന്നീ ദിമാഅഹും വഅംവാലുഹും ഇല്ലാ ബിഹഖിൽ ഇസ്ലാം, അവരുടെ സമ്പത്തുകളും അവരുടെ ശരീരങ്ങളും എല്ലാം സുരക്ഷിതത്വമുള്ള ശരീരമായി മാറി, നിർഭയത്വമുള്ള ശരീരമായി മാറി, നിർഭയത്വമുള്ളതായ സമ്പത്തായി മാറി. എപ്പോൾ അള്ളാഹുവിന് നൽകേണ്ടതായ അവകാശം നൽകിക്കഴിഞ്ഞാൽ അത് മുസ്ലിം രാഷ്ട്രത്തിന്റെ തലവനാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കാണ്. റസൂലുള്ളാഹിക്ക് അള്ളാഹു വഹീയിലൂടെ അറിയിച്ചു കൊടുത്തതായ കൽപ്പനയാണ്. നിങ്ങളുടെ പ്രജകളിൽ നിന്നിട്ട് ആർക്കെങ്കിലും സുരക്ഷിതത്വം വേണമോ, സംരക്ഷണം വേണമോ, എന്നാൽ അവർ അള്ളാഹുവിനെ ഏകനാണെന്ന് അംഗീകരിക്കട്ടെ, എന്നിട്ട് ആരാധന അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കട്ടെ, എന്നിട്ട് അതിനെ ആസ്പദമാക്കിയിട്ട് മറ്റ് അമലുകൾ ചെയ്യട്ടെ എന്നതായ കൽപ്പനയാണ്. എന്നിട്ടാണ് റസൂലുള്ളാഹി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയാണെങ്കിൽ അസമൂ മിന്നീ ദിമാഅഹും വഅംവാലുഹും ഇല്ലാ ബിഹഖിൽ ഇസ്ലാം, അവരുടെ സമ്പത്തും അവരുടെ ശരീരവും രക്ഷപ്പെട്ടു കഴിഞ്ഞു, സുരക്ഷിതത്വമുള്ളതായി മാറിക്കഴിഞ്ഞു. ഇല്ലാ ബിഹഖിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഹക്ക് വല്ലത് കൊടുക്കാറുണ്ടെങ്കിൽ ആ ഹക്ക് കൊടുക്കേണ്ടി വരും. കൊന്നവനെ കൊല്ലേണ്ടി വരും, സമ്പത്ത് ആക്രമിച്ചു വാങ്ങിയവന് അത് പകരം വീട്ടേണ്ടി വരും. എന്നല്ലാതെ മറ്റു രൂപത്തിൽ അങ്ങനെയുള്ള അവകാശമൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവൻ സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നതാണ് എന്ന ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ്. ഇതേ കൽപ്പനയായിരുന്നു എല്ലാ നബിമാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് തന്നെ കൽപ്പിച്ചിരുന്നത്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത എന്ന ആയത്തും മദീന ഇമാം ഓതുകയുണ്ടായി. നാം പണ്ട് തന്നെ എല്ലാ സമൂഹത്തിലും എല്ലാ ഉമ്മത്തിലും നബിമാരെ ദൂതന്മാരെ അയച്ചതായ സന്ദർഭത്തിൽ കൽപ്പിച്ച കൽപ്പനയാണ്. നിങ്ങൾ അല്ലാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അല്ലാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹ്ക്ക് മാത്രമാണ് നേർച്ചയാക്കേണ്ടത്, അറക്കേണ്ടത്, അല്ലാഹ്ക്ക് മാത്രമാണ് ജീവിക്കേണ്ടത്, മരിക്കേണ്ടത്. വജ്തനിബു ത്വാഗൂത്ത് അതിന് നേരെ വിപരീതം ചെയ്യുന്ന, അതിന് നേരെ വിപരീതം ഖബറുകൾക്കും ജാറങ്ങൾക്കും പൂജ നൽകുന്നതായ തവാഗീത്തുകൾ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്ന വിഭാഗം അതാണ്. അഥവാ ഇസ്ലാം അനുവദിച്ചത് സിയാറത്ത് മാത്രമാണ്, അത് മുസ്ലിങ്ങളുടെ ഖബർ മാത്രമാണ്. സത്യവിശ്വാസികളാകുന്ന മുവഹിദീങ്ങളാകുന്ന മുസ്ലിങ്ങളുടെ ഖബറിൽ സിയാറത്ത് ചെയ്യൽ ഇസ്ലാം അനുവദിച്ചതായ ഭാഗമാണ്. അവർക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കൽ അതും ഇസ്ലാം അനുവദിച്ചതാണ്. അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ അതെന്തായി മാറിയിരിക്കുകയാണ്? പൂജയായി മാറിയിരിക്കുകയാണ്, അത് ഉത്സവമായി മാറിയിരിക്കുകയാണ്, അത് മേളയായി മാറിയിരിക്കുകയാണ്, അത് വെറും പന്താടലായി മാറിയിരിക്കുകയാണ് ഇസ്ലാമിന്റെ പേരിൽ. അങ്ങനെയുള്ള മഹാ അപകടത്തിൽ നിന്നിട്ട് മോചിപ്പിക്കാനും വേണ്ടിയാണ് മുസ്ലിം സമൂഹം, മുസ്ലിം ഉമ്മത്ത് പരിശ്രമിക്കേണ്ടത്. എന്തുകൊണ്ട്? മുമ്പുള്ള സർവ്വ ഉമ്മത്തുകളോടുള്ള കൽപ്പന അത് തന്നെയായിരുന്നു. തൗഹീദിനെ സംരക്ഷിക്കുക, ഏകദൈവവിശ്വാസത്തെ സംരക്ഷിക്കുക, അത് എല്ലാ നബിമാരോടും അള്ളാഹു കൽപ്പിച്ച കൽപ്പനയായിരുന്നു. അതുകൊണ്ട് നമ്മളോടും അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിൽ കൽപ്പിക്കാൻ കാരണം അവരോട് കൽപ്പിച്ചതുപോലെ നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറയും പോലെ. അതുകൊണ്ടാണ് ആയത്ത് റബ്ബുൽ ഇസ്സത്ത് ജല ജലാലുഹു നമുക്ക് ഇറക്കാൻ കാരണം. എന്നാൽ മദീന ഇമാം പറയുന്നു, പരലോകത്തിലും ഇഹലോകത്തിലും വിജയം കൈവരിക്കുക അതിലൂടെയാണ്. ഈ രൂപത്തിലുള്ള സംരക്ഷണം നമുക്ക് ലഭിക്കാൻ, അഥവാ സംരക്ഷണം ലഭിക്കാൻ അള്ളാഹു റസൂൽ പറഞ്ഞതുപോലെയുള്ളതായ സുരക്ഷിതത്വം ലഭിക്കാൻ കാരണമായി തീരുന്നതായ ആദർശത്തെ സംരക്ഷിക്കുക എന്നത് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഇഹത്തിലും വിജയിക്കാൻ സാധിക്കും. മൻ അമില സാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസാ വഹു മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. സൽക്കർമ്മങ്ങൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ആണാവട്ടെ പെണ്ണാവട്ടെ അവൻ സത്യവിശ്വാസിയായിട്ടാണ്
സൽക്കർമ്മം ചെയ്യുന്നതെങ്കിൽ നല്ല ജീവിതം ഇവിടെ ജീവിക്കാൻ സാധിക്കും, സുന്ദരമായ ജീവിതം ജീവിക്കാൻ സാധിക്കും. നല്ല ഹൃദയം, ശാന്തിയുള്ള ഹൃദയം, സമാധാനമുള്ള ഹൃദയം അവന് ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകതയായിരുന്നു മദീന ഇമാം എന്ന് ഊന്നിപ്പറഞ്ഞത് ദിക്റുള്ള പറയുന്ന സന്ദർഭത്തിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓതിയ കൂട്ടത്തിൽ പെട്ടതാണ് അറഫ ദിവസത്തിലുള്ള പ്രാർത്ഥന ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനയാണ്. എന്നാൽ ഞാനും എന്റെ മുമ്പുള്ളതായ സർവ്വ നബിമാരും പറഞ്ഞതായ വാക്കുകളിൽ ഉത്തമമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതായ ആ കലിമത്തു തൗഹീദാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാമിന് നൽകിയതായ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആവശ്യാർത്ഥം നൽകിയതായ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ ആ ഹദീസും മദീന ഇമാം പറയുകയുണ്ടായി, എല്ലാവരും പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പക്ഷെ നിങ്ങൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടില്ല എന്ന് പഠിപ്പിക്കും പോലെ ആകാശവും ഭൂമിയും ഞാനല്ലാത്ത അതിലുള്ളതെല്ലാം തുലാസിന്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറുവശത്തിലും വെച്ച് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്കായിരിക്കും മുൻതൂക്കമുണ്ടാവുക എന്ന് മഹാനായ നൂഹ് നബി ഇസ്ലാമിനോട് അള്ളാഹു പഠിപ്പിച്ചതായ ശൈലിയും ഇന്ന് മദീന ഇമാം ഓതുകയുണ്ടായി. ഏതായാലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകത പറയുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 1000 പ്രാവശ്യമോ 100 പ്രാവശ്യമോ തസ്ബീഹ് മണി കൈപിടിച്ചിട്ട് ചെല്ലുക എന്നത് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, മറിച്ച് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉള്ളടക്കം, അതിന്റെ മജ്ജ, അതിൽ കൂടി നാം പഠിക്കേണ്ട പാഠം, അതാണ് നാം ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ടാണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് അത്രയും വലിയ പ്രാധാന്യം ലഭിക്കാൻ കാരണം. അപ്പോൾ നാം അള്ളാഹുമായിട്ട് നടത്തിയതായ ആ എഗ്രിമെന്റ് നാം നടത്തുന്ന സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടം പരലോകത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് 99ഓളം ഫയലുകൾ അവിടെ ഹാജരാക്കപ്പെടും ഒരു വ്യക്തിയുടെ. ആ ഫയലുകൾ മുഴുവനും തെറ്റുകൾ 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 മാത്രമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള വ്യക്തിയുടെ കൂടെയുള്ള ഒരു ബിതാഖയെ ഹാജരാക്കപ്പെടും. ആ ബിതാഖയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ട്. അപ്പോൾ ആ വ്യക്തി വേറെ ഹദീസിൽ കാണാം, ഈ തെറ്റ് ചെയ്തതായ വിഭാഗത്തിന്റെ ശിക്ഷകളൊക്കെ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആ ശിക്ഷകളൊക്കെ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ട ശേഷം അവന് മോചിക്കാൻ പറ്റുന്ന ബിതാഖ അതാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ അള്ളാഹുള്ള വിശ്വാസത്തിൽ കോട്ടം തട്ടിയിട്ടില്ല, ആരാധന അള്ളാഹ്ക്കല്ലാതെ പോയിട്ടില്ല, അള്ളാഹു ഏകനാണെന്നുള്ള വിശ്വാസത്തിൽ കോട്ടമുണ്ടായിട്ടില്ല, അള്ളാഹുവിന് മാത്രമാണ് ആരാധിക്കേണ്ടത്, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതായ വിശ്വാസത്തിൽ കോട്ടം തട്ടിയിട്ടില്ല എന്നതായ ആ ബിതാഖ ഉണ്ടെങ്കിൽ അതിലൂടെ അവന് വിജയിക്കാൻ സാധിക്കുമെന്നതായ സന്തോഷവാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ഹദീസും ഇന്ന് മദീന ഇമാം ഓതിയതായ കൂട്ടത്തിൽ കാണാവുന്നതാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ സംസാരത്തിന് സമാപനത്തിൽ പറഞ്ഞതായ ഒരു ഭാഗമുണ്ട്, അത് എന്റെ സംസാരത്തിന് സമാപനത്തിൽ പറഞ്ഞുകൊണ്ട് ഞാനും സമാപിക്കുകയാണ്. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരലോകത്തിൽ ശഫാഅത്തിന്റെ അധികാരം അല്ലാഹു സുബ്ഹാനഹു വതആല മഖാമം മഹ്മൂദി എന്ന സ്തുത്യർഹപ്പെട്ട ആ മഹാഗ്രേഡ്, മഹാബഹുമതി, മഹാബഹുമാനം ഈ നാട്ടിൽ അന്ത്യവിഷമം കൊള്ളുന്ന, ഞാൻ സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്ന നമ്മുടെ കണ്ണായ കരളായ ഹൃദയമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകുന്നതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ ശഫാഅത്തിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കുമ്പോൾ അല്ലാഹുവിനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ച് മരിക്കുന്ന ആളായിട്ട് ആയി പോകരുത്, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിട്ട് മരിച്ചു പോകരുത്, അല്ലാഹുവിനോട് മാത്രമായിരിക്കണം നിങ്ങളുടെ ജീവിതമാസകലം വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ചവർ. എന്നാൽ മരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് തൗഹീദോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകും. അങ്ങനെയാണെങ്കിൽ ആ തൗഹീദ് നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥന അല്ലാഹ്ക്ക് മാത്രമാക്കി നിങ്ങൾ ജീവിച്ച് മരിക്കുന്നവരായി മാറുകയാണെങ്കിൽ എന്റെ ശഫാഅത്ത് ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എത്ര അമൽ ചെയ്തു വന്നാൽ, നിങ്ങൾ എത്ര എന്നോടുള്ളതായ സ്നേഹവും മഹബത്തും പറഞ്ഞിട്ട് നിങ്ങൾ പാട്ട് പാടിയാൽ, നിങ്ങൾ എത്ര തന്നെ മൗലൂദ് ഓതിയാൽ, എത്ര തന്നെ നൂലാമാലകൾ ചെയ്താൽ, എത്ര തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ മഹബത്ത് തൊള്ളകൊണ്ട് പറഞ്ഞു നടന്നാൽ, അതിന്റെ പേരിൽ ബിരിയാണി വിതരണം ചെയ്താൽ, അതിന്റെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്താൽ, അതിന്റെ പേരിൽ സമ്പത്തുകൾ ചെലവഴിച്ചാൽ പ്രയോജനം ഇല്ല ഇല്ല ഇല്ല. എപ്പോഴല്ലാതെ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമാവുക എന്നതായ തൗഹീദിനെ സംരക്ഷിക്കാത്ത കാലത്തോളം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വസിയത്താണ്, നിങ്ങൾ തൗഹീദോട് കൂടി ജീവിച്ച് തൗഹീദോട് കൂടി മരിക്കുകയാണെങ്കിൽ എന്റെ ശഫാഅത്ത് ലഭിക്കും. എന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരായി മാറാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമെന്ന് പറയും പോലെ ആ രൂപത്തിൽ ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ. അതിന് വിപരീതം പറയുന്ന, അതിന്റെ വിപരീതത്തിലേക്ക് ജനങ്ങളെ നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് അവരുടെ ടൈം വേസ്റ്റാക്കി, അവരുടെ ജീവിതം വേസ്റ്റാക്കി പ്രചരിപ്പിക്കുന്നതായ, കുപ്രചരണം നടത്തുന്നതായ കള്ളക്രാമത്തുകളും കള്ള തോന്നിവാസങ്ങളും പ്രചരിപ്പിക്കുന്നതായ, കള്ള ഹദീസുകളും പ്രചരിപ്പിക്കുന്നതായ വിഭാഗത്തിന്റെ അക്രമത്തിൽ നിന്നിട്ടും അവരുടെ ക്രൂരകൃത്യത്തിൽ നിന്നിട്ടും അവരുടെ വഞ്ചനയിൽ നിന്നിട്ടും ചതിവിൽ നിന്നിട്ടും മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ കൂട്ടുകുടുംബക്കാരെയും നാട്ടുകാരെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി
മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി